നമ്മൾ മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചിട്ടാലും മതി. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ ഒരു പച്ചമുളകും കൂടി ചതച്ച് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. സവാള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളി, ഒരു ചെറിയൊരു തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തക്കാളിയും ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഇതേ പാനിലേക്ക് തന്നെ മുട്ടയും കൂടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 പുഴുങ്ങിയ മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ മുട്ട വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് ഫ്രൈ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇതിനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇഷ്ടമല്ലാത്തവർക്ക് ഗോതമ്പ് പൊടി ചേർത്താലും മതി. ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാത്ത വിധം നന്നായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോരുത്, അതേസമയം ഒരുപാട് കട്ടിയായി പോരുത്. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ്. ഇതേപോലെ ആയിരിക്കണം. ഇനി ഈ മാവ് കൊണ്ട് നമ്മൾ ചെറിയ പാൻ കേക്ക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവി മാവ് എടുത്ത് നമുക്ക് ഇതേപോലെ നമ്മൾ ദോശയൊക്കെ ചൂടില്ലേ അതേപോലെ തന്നെ കുറച്ച് വലുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കുക. ഒരുപാട് ചെറുതാക്കണ്ട, കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇതേപോലെ ചുട്ടെടുക്കുക. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തവയിൽ തന്നെ വിട്ട് വരും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വിട്ട് വരും. അപ്പോൾ ഒരു സൈഡ് മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഓരോ പാൻ കേക്കും നമുക്ക് ചുട്ടെടുക്കാം.
അപ്പോൾ ഇത് കുറച്ച് വലുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കാൻ നോക്കുക, ഒരുപാട് ചെറുതാക്കരുത്. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ മുട്ട ഞാൻ ഇതേപോലെ രണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ കേക്ക് എടുക്കാം. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പീസ് മുട്ടയും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. രണ്ട് സൈഡിൽ നിന്നും മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒരു ബോക്സിൻ്റെ ഷേപ്പിലേക്ക് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് വിട്ട് വരാതിരിക്കാനായിട്ട് കുറച്ച് മൈദ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും അങ്ങ് വിട്ട് വരാതിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാൻ കേക്ക്സ് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് മൈദ വെച്ച് ഇതേപോലെ ഒന്ന് സീൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ശരിക്കും ഇതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം. ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കിയ ഈ ഓരോ മുട്ടയുടെ ബോക്സും ഈ മുട്ടയിലിട്ട് മുക്കിയെടുക്കാം, നല്ലതുപോലെ മുക്കിയെടുക്കണം. അതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ സൈഡ്സിലും നല്ലതുപോലെ ബ്രെഡ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം. ആ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ വേണം എല്ലാ മുട്ടയുടെ ബോക്സും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ച് എണ്ണയെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ മുട്ടയുടെ ബോക്സും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കാരണം ബ്രെഡും മുട്ടയൊക്കെ ചേർത്ത കാരണം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗം കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം നോക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. നമുക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ നിറം മാറി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോവും. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. 2 സൈഡും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഈ ഒരു കളറായാൽ മതി. അപ്പോൾ നമ്മുടെ മുട്ട ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളർ ഉണ്ട്, കുറച്ചൊന്ന് കളർ മാറിപ്പോയി. കുറച്ച് സമയം എണ്ണ കുറേ നേരം വെച്ചുകൊണ്ട് ഇതേപോലെ കളർ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.